നമസ്കാരം. ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നൽകി 2026 പുതുവർഷം കടന്നു വരികയാണ്. വേദ ജ്യോതിഷ് പ്രകാരം നോക്കിക്കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം 2026 വന്നു ചേരുന്ന നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് അനിഴം നക്ഷത്രം എന്നാണ്. സൗഭാഗ്യം എന്നല്ല പറയേണ്ടത്, അതിസൗഭാഗ്യം. അത്യപൂർവമായ ഗജകേസരി യോഗവും പരിവർത്തന രാജയോഗവും. നിങ്ങളുടെ വീട്ടിൽ ഒരു അനിഴം നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എങ്കിൽ ആ വീട് രക്ഷപ്പെടും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിന് തന്നെ ഉണർവ് നൽകുന്ന, ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും നൽകുന്ന ഒരു വർഷമായിരിക്കും 2026. അനിഴ നക്ഷത്രത്തിന്റെ 2026 ഏറ്റവും വിശ്വാസയോഗ്യവും സമഗ്രവും ആധികാരികവും സത്യസന്ധവുമായ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. വേദ ജ്യോതിഷ പ്രകാരം ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും കൃത്യമായി പഠിച്ച് ഗവേഷണം നടത്തിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അനിഴ നക്ഷത്രക്കാരുള്ള വീടുകളിലെ എല്ലാവരും ഇത് കേൾക്കൂ. ഞാൻ ഈ പറയുന്നത് ഒരു കാരണവശാലും തെറ്റില്ല. 2026 ഏറ്റവും കൂടുതൽ ശുഭയോഗമുള്ള നക്ഷത്രമാണ് അനിഴം. അനിഴം നക്ഷത്രക്കാരുടെ ജീവിതം തന്നെ വഴിമാറുന്ന ഒരു വർഷമാണ് പുതുവർഷം. അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം മാറുവാൻ പോവുകയാണ്. ആശങ്കകളും മനപ്രയാസങ്ങളും വിട്ടൊഴിയുവാൻ പോവുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ അനിഴ നക്ഷത്രക്കാരുടെ ജീവിതം നമ്മൾ ഒന്നെടുത്ത് പരിശോധിക്കുമ്പോൾ ദുഃഖപൂർണമായിരുന്നു അവരുടെ ജീവിതയാത്ര മിക്കതും. അനിഴ നക്ഷത്രക്കാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാവും. കാരണം കഴിഞ്ഞ 17 വർഷത്തിലേറെയായിട്ട് അനിഴ നക്ഷത്രക്കാരുടെ ജീവിതം ആശങ്കകൾ നിറഞ്ഞതായിരുന്നു. സങ്കടക്കടലിൽ പെട്ടുപോയവരായിരുന്നു ഈ നക്ഷത്രക്കാർ. ഇനി എന്താവും ജീവിതം? എങ്ങോട്ട് പോയാൽ ജീവിതത്തിൽ ഒരു നല്ല നന്മ വന്നു ചേരും? ഇങ്ങനെ ചിന്തിച്ച എത്രയോ രാത്രിയും പകലുകളും കടന്നുപോയി. നന്നായിട്ട് ഏകാഗ്രമായി ഒന്ന് ഉറങ്ങിയിട്ട് പോലും വർഷങ്ങളായി ഈ അനിഴ നക്ഷത്രക്കാർ. എങ്ങോട്ട് പോയാലും എങ്ങോട്ട് തിരിഞ്ഞാലും എവിടെ തിരിഞ്ഞാലും അവിടെയെല്ലാം മനസ്സിൽ നൂറ് സംശയങ്ങൾ. ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, തൊഴിലിനെ കുറിച്ച്, അങ്ങനെ നൂറായിരം സംശയങ്ങൾ, ആശങ്കകളായിരുന്നു അനിഴ നക്ഷത്രക്കാരെ സങ്കടപ്പെടുത്തിയിരുന്നത്. അങ്ങനെയല്ലേ അനിഴ നക്ഷത്രക്കാരുടെ പോക്ക്? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം. കാരണം പല അനിഴ നക്ഷത്രക്കാരും ജീവിതത്തിൽ അത്രമാത്രം സങ്കടപ്പെട്ട്, അത്രമാത്രം ദുഃഖിച്ച്, അത്രമാത്രം വേദനിച്ചാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഒട്ടേറെ കാര്യങ്ങൾക്കായിട്ട് പരിശ്രമക്കുറവൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം എവിടെയോ ഒരു പരാജയം, എന്തൊക്കെയോ മാർഗതടസ്സങ്ങൾ, കാര്യപരാജയങ്ങളും കാര്യതടസ്സങ്ങളും, സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ചിന്തിച്ചു കൂട്ടിയ എത്രയെത്രയോ രാത്രികളിൽ നിങ്ങൾ നിശബ്ദമായി കരഞ്ഞിട്ടുണ്ട്. കർമ്മമേഖലയിൽ ഏതെല്ലാം രീതിയിലുള്ള വിഘ്നങ്ങള്, തടസ്സങ്ങളാണ് നിങ്ങൾക്ക് വന്നുപെട്ടത്. നല്ലൊരു ഭാവിയെക്കുറിച്ച് ഓർത്ത് വിദേശത്ത് ചിലർ ജോലിക്കായി പോയി. അവിടെ ചെന്നിട്ടും നിങ്ങൾക്ക് ഒരു ഗതിയുമില്ലാത്ത അവസ്ഥയായിരുന്നു. നാട്ടിലോ ജോലിയില്ല, വിദേശത്ത് പോയി ഉള്ളതെല്ലാം വിറ്റുപിറക്കി കൊടുത്ത പൈസ, സമ്പാദ്യം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒട്ടേറെ പേരെ എനിക്ക് കാണുവാൻ സാധിച്ചു. സ്വന്തക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും അനിഴ നക്ഷത്രക്കാർക്ക് ശത്രുതാ മനോഭാവത്തോടെ ധാരാളം ദോഷങ്ങൾ ചെയ്തു വെച്ചു. അതിന്റെയൊക്കെ ഫലമായിട്ട് എന്ത് കാര്യത്തിലും ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അവിടെയെല്ലാം നിരവധി കടമ്പകൾ കടക്കേണ്ട അവസ്ഥ, കടമ്പകൾ കടന്നു കിട്ടുവാൻ കഴിയാത്ത അവസ്ഥ ജീവിതത്തിൽ വന്നു ചേർന്നവരാണ് അനിഴ നക്ഷത്രക്കാർ. ഒരു വഴിക്ക് ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റൊരു വഴിക്ക് ചിലർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ, പ്രണയക്കുരുക്കുകളിലും ലഹരിക്കും അടിമപ്പെട്ട് ജീവിതം താറുമാറായവരെയും കാണുവാൻ സാധിച്ചു. ഉള്ളു തുറന്നൊന്ന് ചിരിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പല അനിഴ നക്ഷത്രക്കാരും. മറ്റുള്ളവരെ അറിയിക്കുവാൻ, തങ്ങളുടെ വിഷമങ്ങൾ അറിയിക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കി വേദനകളോടെ, മാനസിക പ്രയാസങ്ങളോടെ ജീവിതം തള്ളി നീക്കുന്നവർ. എന്നാൽ അനിഴ നക്ഷത്രക്കാർക്ക് 2026 നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയം തെളിയുകയാണ്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് വഴിപാടുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവിടെ അത്ഭുതകരമായ രീതിയിൽ മഹാദേവനും പാർവതീ ദേവിയും മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും അനിഴ നക്ഷത്രക്കാർക്ക് അനുഗ്രഹം ചുരിയുകയാണ് 2026. അത്യപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ ശിവപാർവതിമാരും ലക്ഷ്മി നാരായണന്മാരും ഏതെങ്കിലും ഒരു നക്ഷത്രത്തിനെ അനുഗ്രഹിക്കാറുള്ളൂ. വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം. ആ ഒരു അപൂർവ സൗഭാഗ്യമാണ്
അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ശിവപാർവതിമാരുടെ അനുഗ്രഹം കിട്ടിയാലുള്ള കാര്യം എന്താ? ആരാ ശിവനച്ചൻ? ഈ പ്രപഞ്ചത്തിന്റെ സകല ഗ്രഹങ്ങളുടെയും അധിപൻ. ദേവന്മാരിൽ ദേവനാണ് ശിവനച്ചൻ. മഹാദേവനാണ്, ശ്രീ പരമേശ്വരനാണ് ശിവനച്ചൻ. ശ്രീ പാർവതിയോ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് ശിവപാർവതിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അമ്മയാണ് ശിവപാർവതി. അപ്പോൾ ആ പ്രപഞ്ചനാഥനും ശക്തി സ്വരൂപിണിയും ചേരുന്ന ആ ദേവ ചൈതന്യമാണ് അനിഴ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അത് മാത്രമാണോ? ലക്ഷ്മി നാരായണന്മാർ, ഈ പ്രപഞ്ചത്തെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷ്മി നാരായണന്മാർ സകല ഐശ്വര്യങ്ങളും നൽകി നിങ്ങളുടെ കൺമുന്നിലേക്ക് വരികയാണ്. വിഷ്ണു ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ സകല ഈശ്വരാധീനവും സകല ഭാഗ്യവും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അമ്മ മഹാലക്ഷ്മി ഉണ്ടെങ്കിലോ നിങ്ങളുടെ ജീവിതം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായി തീരും. ഈ പ്രപഞ്ചത്തിലെ സകല സമ്പത്തിന്റെയും അധിപയാണ് മഹാലക്ഷ്മി. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്മി നാരായണന്മാരും ശിവനച്ചനും ശിവപാർവതിയും നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിലോ ലോകത്തുള്ള ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കില്ല. നിങ്ങളുടെ ഐശ്വര്യം കെടുത്തിക്കളയുവാൻ സാധിക്കില്ല. ഈ 2026 നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം എന്നൊരു വാക്ക് ഉണ്ടാവുകയില്ല. നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയത്തിന്റെ കുടിമുടി കയറാൻ കഴിയുന്ന വർഷമായിരിക്കും പുതിയ വർഷം. നിങ്ങളുടെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും ഉമാമഹേശ്വര ക്ഷേത്രമുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസം ഒന്ന് പോയി തൊഴണം കേട്ടോ. ഭഗവാനും ഭഗവതിയും ഒരുമിച്ചിരിക്കുന്ന ആ ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര ക്ഷേത്രം, അതുപോലെ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നിങ്ങളുടെ അടുത്ത് ഉണ്ട് എങ്കിൽ വ്യാഴാഴ്ച ദിവസം ലക്ഷ്മി നാരായണന് പോയി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കുവാൻ, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അത്രമാത്രം കുതിച്ചു കയറ്റം, അത്രമാത്രം ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നടക്കുവാൻ കഴിയും. ഞാനീ പറയുന്നത് എഴുതി വെച്ചോളൂ. ശിവപാർവതിമാരുടെ അനുഗ്രഹമുണ്ട്, ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹമുണ്ട്. തൊട്ടതെല്ലാം പൊന്നാകും. എന്ത് കാര്യത്തിന് നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു, എന്ത് കാര്യത്തിന് നിങ്ങൾ ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിക്കുന്നുവോ ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. പ്രപഞ്ച ശക്തികൾ ഒന്നും നിങ്ങൾക്ക് എതിരെ നിൽക്കുകയില്ല. ഒന്നിനു മുകളിൽ ഓരോന്നായി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതം ഐശ്വര്യത്തിന്റെ കുടിമുടി കയറും. ഈ പ്രപഞ്ച ശക്തികൾ മുഴുവൻ, എല്ലാ ഈശ്വരന്മാരും ഒരുപോലെ നിങ്ങളെ അനുഗ്രഹിക്കും. മകരമാസം ഏതാണ്ട് പകുതിയാകുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ വഴിത്തിരിവുകൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആ മേഖലകളിൽ നിങ്ങൾക്ക് വെന്നിക്കൊടി പാറിച്ച് വിജയ ശ്രീലാളിതരാകുവാൻ സാധിക്കും. നിങ്ങളുടെ മഹാദശയും അന്തർദശയും കൂടി അനുകൂലമായിരുന്നാൽ കാര്യങ്ങൾ പൊടിപൊടിക്കുക തന്നെ ചെയ്യും. അതിസമ്പന്നത രാജയോഗവും ഗജകേസരി യോഗവും പരിവർത്തന രാജയോഗവും നിങ്ങളിലേക്ക് സമ്മേളിക്കുകയാണ്. ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ്. വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത, മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ, ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും. ഭഗവാന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള്, രാഷ്ട്രീയ പ്രവർത്തകര്, സാമൂഹ്യ പ്രവർത്തകര്, ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാങ്കിങ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ, അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചില വഞ്ചനകള്, ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട്. പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക,
ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക, ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ്. കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ, ചില വേദനകൾ, ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം, ഈടവും, ചിങ്ങം, തുലാം മാസങ്ങളിൽ ചെയ്യണം. ഈ 4 മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക്, അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക, വാഹനം വാങ്ങുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും 2026-ൽ ഈ 4 മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക്, പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം, അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും. അതായത് 1201 ആണ്ട് മേടമാസവും ഇടവമാസവും, 1202 ചിങ്ങമാസവും തുലാമാസവും, ഈ 4 മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ, ഇറങ്ങിപ്പുറപ്പെടുവാൻ, ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം. അപ്പോൾ ഈ പറഞ്ഞ 4 മാസങ്ങളിൽ നേരം കുറിച്ച്, സമയം കുറിച്ച് അങ്ങോട്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും. വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ യോഗം, അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ. കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം, വാഹനയോഗം, സന്താന സൗഭാഗ്യം, ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹ യോഗം, കർമ്മപുഷ്ടി, കീർത്തി, ഈ 6 കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്നാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം, വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും. അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ്. വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി, പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി, എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് 2026. ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി, അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി, വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ 2026-ൽ ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചതുകൊണ്ട് ഈ 2 കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല. ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികളുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 5-ാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവും. എന്നാൽ എല്ലാവർക്കും 5-ാം ഭാവത്തിൽ രാഹു ആയിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക. അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും. ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ 2026 ഈ 2 യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് 2026. ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം. വീട്, വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം 2026-ൽ ലഭിക്കും. അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ്. പുതിയ സൗഹൃദ ബന്ധങ്ങൾ, പുതിയ പ്രണയ ബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ, നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ സത്യസന്ധതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം.
അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ്. കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ്. ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ, പ്രശസ്തി പത്രങ്ങൾ, അനുമോദനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് 2026. അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വിധികൾ വന്നു ചേരും. മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. നേരോടെ നെറിവോടെ നിഷ്കളങ്കതയോടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും കോടതി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക. ഓം നമോ നാരായണ മന്ത്രം ജപിക്കുക. ദുർഗാക്ഷേത്രങ്ങൾ, ദേവീക്ഷേത്രങ്ങൾ, ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. അതുവഴി 2026 നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിന്റെയും മഹാരാജ യോഗത്തിന്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ കറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വേറൊന്നുകൊണ്ടുമല്ല, നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ആഭിചാര ബാധാദോഷങ്ങളും എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക. പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.